ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ പരിഷ്കരണ പാഠപദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നാൾ എഴുതിയിരുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വാർഷിക പരീക്ഷ എന്നിങ്ങനെ 3 തരം പരീക്ഷയാണ് നമ്മൾ എഴുതിയിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരികയാണ്. ഇനി മുതൽ എല്ലാ മാസവും 10 മാസവും അധ്യയനം ഉള്ള 10 മാസവും നമ്മൾ എക്സാം എഴുതേണ്ടി വരും. അതായത് ഓരോ മാസവും എത്ര ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു, ഓരോ സബ്ജക്റ്റിൻ്റെ എത്ര ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു, അതിൻ്റെ ബേസിൽ ഓരോ മാസവും നമ്മൾ എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നു. അതിനുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് അവർ ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് മെയിൻ പരീക്ഷയായിട്ട് അർദ്ധവാർഷിക പരീക്ഷയും വാർഷിക പരീക്ഷയും നടത്തുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നു. അപ്പോൾ ഇങ്ങനൊരു പരീക്ഷാ പദ്ധതി പുതുതായിട്ട് നടപ്പിലാക്കിയാണ്. അത് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും അധ്യാപകർക്ക് അവർക്ക് എങ്ങനെയൊക്കെ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്തൊക്കെ അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്നു. അങ്ങനെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ കൊണ്ടുവരുന്നൊരു പാഠപദ്ധതിയുടെ ഫലമായിരിക്കും ഈ എക്സാമുകൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തെന്നിരുന്നാലും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും എക്സാം എഴുതേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കുട്ടികൾക്ക് പരീക്ഷാ പേടി മാറ്റാനും ഉത്കണ്ഠ കുറയ്ക്കാനും പരീക്ഷകൾ അവർക്ക് ലാഘവത്തോടെ എഴുതാനും അതവരെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കറിയാലോ, വാർഷിക പരീക്ഷയും അർദ്ധവാർഷിക പരീക്ഷയും മാത്രം മെയിനായിട്ട് എടുത്തിട്ട് വാർഷിക പരീക്ഷയിൽ 30% മാർക്കും വരാത്ത കുട്ടികളെ ചില ക്ലാസ്സുകളിൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ സേ പരീക്ഷ എഴുതാൻ നിർബന്ധിതരാവുകയും അവർ സേയിലും ഇത് കഴിഞ്ഞ് അവർ കൂടുതൽ ശ്രദ്ധ അടുത്ത ക്ലാസ്സിലോട്ട് അവരെ കയറ്റി വിടുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഈ വർഷം മുതൽ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അതിലൊരു പ്രധാന മാറ്റമാണ് ഇത്. ഇനി മുതൽ നമ്മൾ 10 മാസവും എക്സാം എഴുതേണ്ടിയിരിക്കുന്നു. അത് എത്ര കുട്ടികൾക്ക് സന്തോഷമായി എത്ര കുട്ടികൾക്ക് ദുഃഖമായെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ എന്നാലും നിങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് തുടർച്ചയായി പാഠങ്ങൾ അപ്പോഴപ്പോഴും പഠിച്ചു പോകാനും അതൊരു വലിയ ഉപകാരമായി തീരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.